സുഹൃത്തുക്കളെ, നിങ്ങളെ ആരും ഗൗരവമായി കാണുന്നില്ലെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഒരാളോട് സ്നേഹത്തോടെ പെരുമാറുന്നു, സഹായിക്കുന്നു, നല്ല മനസ്സോടെ സമീപിക്കുന്നു. പക്ഷേ അതേ ആളുകൾ തന്നെയാണ് നിങ്ങളെ ചെറുതായി കാണുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയിൽ തന്നെ മുറിച്ച് സംസാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാനും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന പിഴവെന്താണ്? യാഥാർത്ഥ്യമിതാണ്. ഇന്നത്തെ ലോകത്ത് നന്മയെ പലരും ദൗർബല്യമായി കാണാൻ തുടങ്ങി. അതുകൊണ്ടുതന്നെ സ്വന്തം അഭിപ്രായം ഉറച്ചു പറയാൻ കഴിയാത്തവരും ആത്മവിശ്വാസം കുറവുള്ളവരും പതിയെ ജനക്കൂട്ടത്തിൽ മറഞ്ഞുപോകുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആരംഭിക്കും. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങും, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകും, കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ തുടങ്ങും. മൂല്യം ഉയർത്തുക എന്നത് കൂടുതൽ ബഹുമാനം നേടുക എന്നതാണ്. ഒരിക്കൽ നിങ്ങൾക്ക് ആ ബഹുമാനം ലഭിച്ചാൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും, കേൾക്കും, മനസ്സിലാക്കും, നിങ്ങളിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കും. അപ്പോൾ അവർ പറയും, ജീവിതത്തിൽ ബഹുമാനമെന്നത് ഇതാണ്. നമ്മുടെ ജീവിതം ഒരു സാമൂഹിക ഇടപെടലാണ്. അതിൽ പലപ്പോഴും ചിലർ നമ്മെ അപമാനിക്കാനും അവഗണിക്കാനും ശ്രമിക്കും. ഇന്നത്തെ ലോകത്ത് ഒരു പ്രത്യേക പ്രവണതയുണ്ട്. എല്ലാവരും മുന്നിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ആരും മറ്റൊരാളേക്കാൾ താഴെയാണെന്ന് തോന്നിക്കാൻ തയ്യാറല്ല. അതിനായി ചിലർ കള്ള ആത്മവിശ്വാസം കാണിക്കും, ചിലർ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഈ ഓട്ടത്തിനിടയിൽ ശാന്തസ്വഭാവമുള്ളവരും സ്വയം വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയാത്തവരും പിന്നിലായി പോകുന്നു. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കും. എന്നാൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവർ മുഴുവൻ ശ്രദ്ധയും നൽകും. ഇത് കാണുമ്പോൾ ഉള്ളിൽ വിഷമം തോന്നാറില്ലേ? അപ്പോൾ ചോദ്യം ഉയരും, ആളുകൾ നമ്മെ ഗൗരവമായി കാണാൻ, നമ്മുടെ വാക്കുകൾക്ക് വില നൽകാൻ, നമ്മുടെ സാന്നിധ്യം ബഹുമാനിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ആളുകൾ നമ്മെ അവഗണിക്കാനാകാത്ത വിധത്തിൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും വളർത്തണം. നിങ്ങളെ ഗൗരവമായി കാണാൻ നിർബന്ധിതരാക്കുന്ന ഒരു ശക്തമായ വ്യക്തിത്വം നിങ്ങൾ സൃഷ്ടിക്കണം. ഇതിന് വഴികാട്ടിയാകുന്നത് ഭാരതത്തിലെ മഹത്തായ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം രാജാക്കന്മാരെ സൃഷ്ടിച്ചതിനപ്പുറം ചിന്തയുടെ രീതിയെ തന്നെ മാറ്റിയവനാണ്. ആചാര്യ ചാണക്യൻ. ചാണക്യൻ പറയുന്നത് വളരെ വ്യക്തമാണ്. സ്വന്തം മൂല്യം സ്വയം ഉയർത്താത്തവനെ സമൂഹം ഒരിക്കലും ആദരിക്കുകയില്ല. അതുകൊണ്ടുതന്നെ ഇന്ന് ഈ വീഡിയോയിൽ ചാണക്യനീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട 10 ശക്തമായ മാർഗങ്ങൾ നമുക്ക് പഠിക്കാം. ഇത് നിങ്ങളുടെ ചിന്ത മാത്രം മാറ്റുകയല്ല, നിങ്ങളെ ലോകം കാണുന്ന രീതിയും മാറ്റും. ഈ മാർഗങ്ങൾ മനഃശാസ്ത്രം, ജീവിതാനുഭവം, ചാണക്യന്റെ തത്വങ്ങളുടെ സംയോജനമാണ്. നിങ്ങളിത് ശരിയായ രീതിയിൽ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നത് നൃത്തം മാത്രമല്ല, അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകും, നിങ്ങൾ അർഹിക്കുന്ന ആദരവോടെ നിങ്ങളെ കാണും. ഇനി നമുക്ക് ആരംഭിക്കാം. ചാണക്യന്റെ ഈ അമൂല്യ മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ബഹുമാനം എങ്ങനെ ഉയർത്താമെന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. കാരണം വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്കായി ഒരു പ്രത്യേക ബോണസ് ടിപ്പ് പങ്കുവയ്ക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും ബഹുമാനത്തിലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാക്കാനും കഴിയും. ഇനി രീതി നമ്പർ 1, ആളുകളോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുക. ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഒരാളോട് ഇല്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരാൾ സ്വന്തം കാര്യങ്ങൾക്കായി വീണ്ടും വീണ്ടും നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാകും, ദേഷ്യം വരും, അല്ലെങ്കിൽ ബന്ധം തന്നെ ബാധിക്കുമോ എന്നതാണ്. ഈ ചിന്ത കാരണം നമ്മൾ ഓരോ തവണയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി അതെ എന്ന് പറയാൻ തുടങ്ങും. പക്ഷേ ഇതാണ് നിങ്ങളുടെ ബഹുമാനം കുറയാൻ തുടങ്ങുന്ന സ്ഥലം. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്കായി ഓടുമ്പോൾ ആളുകൾ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യമില്ലാത്ത ഒരാളായി തന്നെയാണ്. അവർക്ക് നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കായി മാത്രമുള്ള ഒരാളാണെന്ന് തോന്നാൻ തുടങ്ങും. ഈ ചിന്ത പതിയെ നിങ്ങളുടെ വില കുറയ്ക്കും. പ്രശ്നം നിങ്ങൾ സഹായിക്കുന്നതല്ല, നിങ്ങൾ ചിന്തിക്കാതെ ഓരോ തവണയും അതേ പറയുന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ സ്വന്തം ജോലി, ലക്ഷ്യങ്ങൾ, കുടുംബം എന്നിവയെ പിന്നിലാക്കി നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി പോകുന്നത് ഇല്ല എന്നു പറയാൻ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ മറക്കുന്ന ഒരു സത്യമിതാണ്. നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചില്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു വ്യക്തിയായി കാണില്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായി കാണാൻ തുടങ്ങും. ഇനി ചാണക്യനീതിയെക്കുറിച്ച് പറയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഈ സത്യങ്ങൾ ഇന്നും അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ്. ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഗൗരവമായ സത്യമിതാണ്: അമിതമായ വിനയം പലപ്പോഴും ഒരാളുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും തലകുനിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ അവരുടെ താഴെയായിട്ടാണ് കാണുന്നത്.
ചന്ദ്രഗുപ്ത മൗര്യനെ രാഷ്ട്രീയത്തിൽ പരിശീലിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് അദ്ദേഹം ഈ പാഠം ആദ്യം പഠിപ്പിച്ചത്. ഒരു കാര്യവും രാജ്യത്തിന് ഗുണകരമല്ല എങ്കിലത് ആരുടെ വാക്കായാലും നിരസിക്കാൻ അറിയണം, അത് മന്ത്രിമാരുടെയോ ജനങ്ങളുടെയോ ഗുരുക്കന്മാരുടെയോ ആയാലും. ചന്ദ്രഗുപ്തൻ എല്ലാവരുടെയും വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും മഹാനായ ഒരു രാജാവായി മാറുമായിരുന്നില്ല. ചാണക്യൻ വ്യക്തമാക്കിയതെന്തെന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവനല്ല ശരിയായ നേതാവ്, മറിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുകയും തെറ്റായതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. മുന്നിൽ ആരായാലും അതിൽ മാറ്റമില്ല. നിങ്ങളുടെ ജീവിതവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഈ ലോകം ഒരു വലിയ ദർബാറിനെ പോലെയാണ്. നിങ്ങൾ അതിലെ രാജാവാണ്. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് അതെ എന്ന് പറയുന്നവനായി തുടരുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തും. ബന്ധങ്ങളിൽ, ജോലിസ്ഥലത്ത്, സുഹൃത്തുക്കൾക്കിടയിൽ എല്ലായിടത്തും ഇല്ല എന്നൊരു പരിധി നിർബന്ധമാണ്. കാരണം നിങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ്. അതിലൂടെ നിങ്ങൾ മറ്റുള്ളവരോട് വ്യക്തമാക്കുന്നത് എനിക്ക് എന്റെ ആവശ്യങ്ങൾ ഉണ്ട്, എന്റെ സമയം വിലപ്പെട്ടതാണ്, ഞാൻ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവല്ല എന്നതാണ്. ഒരിക്കലും മറക്കരുത്, സ്വയം മുൻഗണന നൽകാൻ അറിയാത്തവരെ ലോകം ഒരിക്കലും മുൻപിലേക്ക് കൊണ്ടുവരില്ല. ഓരോ തവണയും അതെ എന്ന് പറയുന്നത് നിങ്ങളെ നല്ലവനാക്കുന്നില്ല, മറിച്ച് നിങ്ങളെ ദുർബലനാക്കുന്നു. ദുർബലനായ ഒരാളെ ഈ ലോകം വിലമതിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയർത്തണമെങ്കിൽ ആദ്യം ഇല്ല എന്ന് പറയാൻ പഠിക്കുക. അതൊരു സാധാരണ വാക്ക് മാത്രമല്ല, നിങ്ങളുടെ ആത്മാഭിമാനത്തെ കാക്കുന്ന ആദ്യ പ്രതിരോധമാണ്. രീതി നമ്പർ 2: ആവശ്യമായപ്പോൾ മാത്രം സംസാരിക്കുക. കൂടുതൽ സംസാരിക്കുന്നത് ബുദ്ധിയുടെ അടയാളമാണെന്ന് പലരും കരുതുന്നു. പക്ഷെ യാഥാർത്ഥ്യം അതിന് വിപരീതമാണ്. ആവശ്യമില്ലാതെ സംസാരിക്കുന്നവൻ തന്റെ വാക്കുകളുടെ മൂല്യം തന്നെ കുറയ്ക്കുന്നു. നിങ്ങൾ എല്ലായിടത്തും ആരും ചോദിക്കാതെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൗരവമായി കാണുന്നത് നിർത്തും. അവർക്ക് തോന്നും, ഇവൻ വെറുതെ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നവനാണ്, ഇവന്റെ വാക്കുകൾക്ക് ഭാരമൊന്നുമില്ല എന്ന്. ശരിയായ സമയം ചിന്തിക്കാതെ എല്ലായിടത്തും ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളുടെ പ്രതിച്ഛായ ആലോചനയില്ലാതെ സംസാരിക്കുന്ന ഒരാളുടേതായി മാറും. ആളുകൾ പുറത്തു ചിരിക്കാം, പക്ഷേ ഉള്ളിൽ അവഗണിക്കും, ഇവൻ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് ശരിയായ സമയത്ത് അവസ്ഥയുടെ ഗൗരവം മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില ലഭിക്കുന്നത്. കുറച്ചു സംസാരിക്കുക, പക്ഷേ ആവശ്യമായപ്പോൾ മാത്രം സംസാരിക്കുക. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ പതിയുന്ന തരത്തിലായിരിക്കണം. 2 തവണ ചിന്തിക്കുക, 1 തവണ സംസാരിക്കുക. ഇതൊരു പഴഞ്ചൊല്ലു മാത്രമല്ല, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി നൽകുന്ന ഒരു ജീവിത പാഠമാണ്. നിങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ ഭാരം കുറയും. ആളുകൾ നിങ്ങളെ കേൾക്കാൻ താൽപ്പര്യം കാണിക്കില്ല. എന്നാൽ നിങ്ങൾ മൗനം പാലിക്കുകയും ആവശ്യമായ സമയത്ത് മാത്രം സംസാരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ നിശബ്ദത തന്നെ നിങ്ങളുടെ ശക്തിയായി മാറും. ഓർക്കുക, എപ്പോഴും സംസാരിക്കുന്നവൻ ആളുകളുടെ നാവിലുണ്ടാവും, പക്ഷേ മനസ്സിലല്ല. മനസ്സിലിടം നേടുന്നത് ശരിയായ സമയത്ത് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഹുമാനം ഉയർത്തണമെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, എന്താണ് പറയേണ്ടത്, എത്ര പറയണം, എന്തിനാണ് പറയുന്നത് എന്ന്. കാര്യം നമ്പർ 3: ആദ്യം സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കുക. ഈ ലോകത്താരെങ്കിലും നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആ ബഹുമാനത്തിന്റെ തുടക്കം നിങ്ങളിൽ നിന്നായിരിക്കണം. നിങ്ങൾ സ്വയം നിങ്ങളുടെ വില മനസ്സിലാക്കാത്തതുവരെ ലോകവും നിങ്ങളെ ഗൗരവത്തോടെ കാണില്ല. പലരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം മൂല്യം തന്നെ മറന്നുപോകുന്നു. എന്നാൽ നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ലോകത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറും. സ്വയം ബഹുമാനിക്കുക എന്നത് വെറും സ്വയം സ്നേഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ പരിശ്രമങ്ങളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുന്നതുമാണ്. നിങ്ങളെടുത്ത കഷ്ടപ്പാട്, നിങ്ങൾ വച്ച ലക്ഷ്യങ്ങൾ, നിങ്ങൾ പാലിച്ച അച്ചടക്കം, ഇതെല്ലാം നിങ്ങൾ തന്നെ ആദ്യം തിരിച്ചറിയണം. നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടങ്ങളും പരിശ്രമങ്ങളും നിങ്ങൾക്ക് വിലപ്പെട്ടതായിപ്പോലെ തോന്നുമ്പോഴാണ് മറ്റുള്ളവർക്കും അതിന്റെ വില മനസ്സിലാകുന്നത്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ശക്തികൾ, നിങ്ങളുടെ കൈവശമുള്ള കുറവായ സൗകര്യങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും അതിനെ നിസ്സാരമായി കാണും. അത് നിങ്ങളുടെ ചിന്തയാകാം, നിങ്ങളുടെ സംസാര ശൈലിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും വസ്തുവാകാം. നിങ്ങളത് ബഹുമാനിക്കുന്നതുവരെ ലോകം അതിനെ അംഗീകരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ പ്രകടനത്തിൽ നിലവാരം കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം മികച്ചതാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആളുകൾ സ്വയം അതിനെ അംഗീകരിക്കും. പക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജോലിയെ ബഹുമാനിക്കണം.
നിങ്ങൾ തിരഞ്ഞെടുത്ത പാതയിൽ അഭിമാനം കൊള്ളണം. ഇനി ഇത് ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം. അവിടെ ആചാര്യ ചാണക്യൻ വ്യക്തമായി പറയുന്നു, സ്വയം വിശ്വാസമാണ് ഒരാളെ മഹാനാക്കുന്നത്. അദ്ദേഹം ഒരു സാധാരണ കുട്ടിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനെ ഒരു ചക്രവർത്തിയാക്കാൻ സാധിച്ചത് ആദ്യം അവനോട് തന്റെ പ്രാധാന്യം മനസ്സിലാക്കിച്ചതിനാലാണ്. നീ നിന്നെത്തന്നെ വലിയവനായി കാണുന്നില്ലെങ്കിൽ ലോകമൊരിക്കലും നിന്നെ വലിയവനാക്കില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പാഠം. ചാണക്യൻ തന്റെ അറിവിന്റെയും തന്ത്രങ്ങളുടെയും ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം നന്ദവംശത്തെ തകർത്ത് ഒരു പുതിയ മൗര്യ സാമ്രാജ്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിച്ചതിന്റെ ഫലമായിരുന്നു അത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകൾ നിങ്ങളെ വിലമതിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം പ്രാധാന്യം നൽകണം. ചെറിയ ജോലിയാണെങ്കിലും അത് നിസ്സാരമായി കാണരുത്. അതിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. അപ്പോൾ ലോകം നിങ്ങളെ എങ്ങനെ ഗൗരവമായി കാണാൻ തുടങ്ങുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. നിങ്ങൾ നിങ്ങളെത്തന്നെ വിലമതിക്കാത്തതുവരെ മറ്റാരും നിങ്ങളെ വിലമതിക്കില്ല. ഓർക്കുക, ആദ്യം നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ ഉയരണം. പിന്നെ ലോകം സ്വയം നിങ്ങളെ ബഹുമാനിക്കും. പോയിന്റ് നമ്പർ 4. വീണ്ടും വീണ്ടും സോറി പറയുന്നത് നിർത്തുക. മനുഷ്യനായതിനാൽ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും പിഴവുകൾ ചെയ്യും. എന്നാൽ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഓരോ തവണയും മാപ്പ് പറയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും നിസ്സാരമായ പിഴവുകൾക്ക് പോലും വീണ്ടും വീണ്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും? അവർക്ക് തോന്നും ഇയാൾ ശ്രദ്ധയില്ലാത്തവനാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തബോധമില്ലാത്തവനാണ് എന്ന്. നിങ്ങളുടെ ആവർത്തിച്ചുള്ള മാപ്പുപറച്ചിൽ ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രതിച്ഛഭയെ ദുർബലമാക്കും. നിങ്ങൾ നിരന്തരം സോറി പറയുമ്പോൾ കുറച്ചു സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരം കുറയും. ഇയാൾ തെറ്റ് ചെയ്യും, പിന്നെ ഒരു സോറി പറഞ്ഞ് കാര്യങ്ങൾ തീർക്കും എന്ന രീതിയിൽ ആളുകൾ നിങ്ങളെ കാണാൻ തുടങ്ങും. അങ്ങനെ അവർ പതിയെ നിങ്ങളെ ഗൗരവമായി കാണുന്നത് നിർത്തും. ബന്ധങ്ങളിലും ജോലിസ്ഥലത്തും നിങ്ങളുടെ വിശ്വാസ്യത കുറയും. സത്യത്തിൽ സോറി പറയുന്നത് തെറ്റല്ല, പക്ഷെ ഒരേ തെറ്റിന് വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ഒരു രീതിയാണ്. ഒരു പ്രാവശ്യം മാപ്പ് പറഞ്ഞാൽ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യഥാർത്ഥ മാറ്റം വാക്കുകളിലല്ല, അത് നിങ്ങളുടെ പ്രവൃത്തികളിലാണ് പ്രകടമാകുന്നത്. ആളുകൾ കേൾക്കുന്നത് നിങ്ങളുടെ സോറിയല്ല, അവർ കാണുന്നത് നിങ്ങളുടെ മാറ്റമാണ്. ഇനി ഇത് ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം. ആചാര്യ ചാണക്യൻ പറഞ്ഞത്, ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്നവൻ വെറും മണ്ടനല്ല, അത് സ്വഭാവത്തിലെ ഒരു ദോഷത്തിന്റെ അടയാളമാണ്. തെറ്റ് ചെയ്യുന്നത് വലിയ കാര്യമല്ല, പക്ഷെ അത് തിരുത്താതെ തുടരുന്നത് വലിയ പിഴവാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഒരു ഭരണാധികാരി തന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കണമെന്നാണ് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചത്. എന്നാൽ ഒരാൾ വീണ്ടും വീണ്ടും അതേ തെറ്റ് ചെയ്യുകയും ഓരോ തവണയും വെറും മാപ്പു പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയും ചെയ്താൽ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഒരു ഭരണത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെ ആയപ്പോൾ മാത്രമാണ് ആ വിശ്വാസം ഉറപ്പിക്കുന്നത്. ചാണക്യൻ സ്വന്തം ജീവിതത്തിലും വളരെ കർശനവും വ്യക്തവുമായിരുന്നു. തന്റെ ശിഷ്യന്മാർക്കൊരു ജോലി നൽകുമ്പോൾ അവർക്ക് തെറ്റുണ്ടായാൽ വെറും മാപ്പ് പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചത് തിരുത്തലായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു, ഒരു തവണ മാപ്പ് പറയാം, പക്ഷേ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. അപ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവനും വിശ്വസ്തനുമായി കാണുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും വിശ്വസിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സോറി എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതൊരു വാക്കുമാത്രമല്ല, ഒരു ഉത്തരവാദിത്തമാണ്. അത് രക്ഷപ്പെടാനുള്ള മാർഗമല്ല. വെറും പറയുന്നതുകൊണ്ട് മതിയാവില്ല. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അത് തെളിയിക്കണം. നിങ്ങൾ മാപ്പ് പറഞ്ഞതിനു ശേഷം നിങ്ങൾ ശരിക്കും മാറിയെന്ന് ആളുകൾ കാണുമ്പോഴാണ് അവർ നിങ്ങളെ ഗൗരവമായി കാണുന്നത്. ഓർക്കുക, വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നത് നിങ്ങളുടെ തെറ്റിനെ ചെറുതാക്കില്ല, മറിച്ച് നിങ്ങളുടെ പ്രതിച്ഛായയെ ചെറുതാക്കും. അതുകൊണ്ട് സോറി പറയുക, പക്ഷേ യഥാർത്ഥത്തിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം. പിന്നെ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക. കാര്യം നമ്പർ 5, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഈ ലോകത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ എന്തെങ്കിലും ചെയ്യുകയാണ്. ചിലർ പഠിക്കുന്നു, ചിലർ ജോലി ചെയ്യുന്നു, ചിലർ സൃഷ്ടിക്കുന്നു, ചിലർ കലയിൽ മുഴുകുന്നു. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യാസം സൃഷ്ടിക്കുന്നത് ഒരേ ഒരു കാര്യം, അവരത് എത്ര ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നതാണ്. ഒരു ജോലി വെറും നിർബന്ധിതമായി ചെയ്യുമ്പോൾ അതിന്റെ സ്വാധീനം നിങ്ങളുടെ മുഖത്തു മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തിലും പ്രകടമാകും. എന്നാൽ അതേ ജോലി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ആവേശത്തോടെ, സമർപ്പണത്തോടെ ചെയ്യുമ്പോൾ അതൊരു സാധാരണ ജോലിയായി നിൽക്കില്ല. അത് നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറും. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠനത്തെ നിങ്ങളുടെ ധർമ്മമായി കാണുക.
നിങ്ങളൊരു മെക്കാനിക്കാണെങ്കിൽ ഓരോ വാഹനവും ശരിയാക്കുമ്പോൾ അതിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നൽകുക. നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഓരോ ഇടപാടും സത്യസന്ധതയോടെയും കൃത്യതയോടെയും പൂർത്തിയാക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറും. ആളുകൾ കാണുന്നത് നിങ്ങളുടെ ഫലങ്ങൾ മാത്രമല്ല, അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജമാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുമ്പോൾ ആളുകൾ നിങ്ങളോട് ബന്ധപ്പെടാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുമ്പോൾ ആളുകളും നിങ്ങളെ അതേ രീതിയിൽ കാണും. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ബഹുമാനിക്കുമ്പോൾ ലോകവും നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ മനോഭാവം ഇതെല്ലാം നിങ്ങളുടെ ജോലിയിൽ പ്രകടമാകും. അതാണ് മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ പ്രചോദനമാകുന്നത്. ഇനി നമുക്ക് ഈ ആശയം ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം. ആചാര്യ ചാണക്യനും ഇതേ കാര്യമാണ് ഊന്നി പറഞ്ഞത്. ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണ മനസ്സോടെ ഇടപെടുക, അല്ലെങ്കിൽ അത് തുടങ്ങാതിരിക്കുക. മനസ്സില്ലാതെ ചെയ്യുന്ന ജോലി നെയ്തർ ഫലവും നൽകും നോർ ബഹുമാനവും നേടിക്കൊടുക്കും. ചാണക്യൻ ചന്ദ്രഗുപ്തനെ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ലക്ഷ്യത്തിനായി അദ്ദേഹം സ്വയം മുഴുവൻ സമർപ്പിച്ചു. പകലോ രാത്രിയോ നോക്കിയില്ല, ചൂടോ തണുപ്പോ കാര്യമാക്കിയില്ല. അദ്ദേഹത്തിന് മുന്നിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമുണ്ടായിരുന്നു: ഭാരതത്തിന് ശക്തമായൊരു നേതൃത്വം നൽകുക. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല, ഒരു ജോലിയും പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനത്തിനും ദിശയും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം ഒരു മാതൃകയായി മാറിയത്. ഇന്നും ഇന്ത്യയിലെ രാഷ്ട്രീയം, നയതന്ത്രം, ധാർമ്മികത എന്നിവയുടെ അടിസ്ഥാനമായി അദ്ദേഹത്തെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെ ആളുകൾ ഗൗരവത്തോടെ കാണാനും വിശ്വസിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രതിഫലനമാണ്. നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് തന്നെയാണ് ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് എന്തു ചെയ്താലും അത് ആത്മാർത്ഥമായി ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഓർക്കുക, ജോലി ചെയ്തവരേക്കാൾ കർമ്മം നിർവഹിച്ചവരെയാണ് ലോകം ഓർക്കുന്നത്. ഹൃദയം മുഴുവൻ അതിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു പ്രവൃത്തി ശ്രേഷ്ഠമാകുന്നത്. കാര്യം നമ്പർ 6. മൗനം ഒരു ശക്തിയാണ്. അത് ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുക. മൗനമൊരു വലിയ കഴിവാണ്. പക്ഷേ അതെപ്പോൾ ഉപയോഗിക്കണമെന്നറിയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മണ്ടനോടെ ഏറ്റവും നല്ല മറുപടി നിശബ്ദതയാണ് എന്ന്. ഇത് ചില സാഹചര്യങ്ങളിൽ ശരിയാണ്, പ്രത്യേകിച്ച് മുന്നിലുള്ളവർ വാദത്തിനർഹരല്ലെങ്കിൽ. പക്ഷേ യഥാർത്ഥ പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ സംസാരിക്കേണ്ട സമയത്ത് മൗനം പാലിക്കുകയും മൗനം പാലിക്കേണ്ട സമയത്ത് ആലോചനയില്ലാതെ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇവിടെ നിന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. കാരണം സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ എപ്പോൾ നിശബ്ദമായിരിക്കണമെന്നത് വളരെ കുറച്ചാളുകൾക്കാണ് മനസ്സിലാകുന്നത്. മൗനം ഒരു ശക്തിയാണ്. പക്ഷേ ഈ ശക്തി എപ്പോൾ, എവിടെ, എത്ര ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയുമ്പോഴാണ് അത് ഫലപ്രദമാകുന്നത്. പലരും കരുതുന്നത് മൗനം ഭയത്തിന്റെ അടയാളമാണെന്ന്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് ക്ഷമയുടെ, വിവേകത്തിന്റെ, സ്വയം നിയന്ത്രണത്തിന്റെ അടയാളമാണ്. ചിലപ്പോൾ നമ്മൾ സ്വയം തെളിയിക്കാനുള്ള ആവേശത്തിൽ അനാവശ്യമായി സംസാരിക്കുന്നു. ഇത് നമ്മുടെ സമയം കളയുക മാത്രമല്ല, നമ്മുടെ പ്രതിച്ഛായയും ദുർബലമാക്കും. മറുവശത്ത് നിങ്ങൾ ശരിയായ സമയത്ത് നിശബ്ദനായിരിക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ ഗൗരവവും ആത്മവിശ്വാസവും തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങളുടെ മൗനം മറ്റുള്ളവരെ ചിന്തിപ്പിക്കും. എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ സ്വാഭാവികമായി ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയും. ഇവനെന്തുകൊണ്ട് നിശബ്ദനാണ് എന്ന ചിന്തയിലൂടെ. അവിടെ നിന്നാണ് നിങ്ങളുടെ മൂല്യമുയരാൻ തുടങ്ങുന്നത്. ഇനി ഇത് ചാണക്യനീതിയുടെ ഉദാഹരണത്തിലൂടെ നോക്കാം. ആചാര്യ ചാണക്യൻ വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. ആവശ്യമില്ലാതെ, ലക്ഷ്യമില്ലാതെ അദ്ദേഹം ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. മഗധയുടെ രാജസഭയിൽ ആവശ്യമായതും ഗൗരവമുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനോട് വ്യക്തമായി പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിൽ നിന്റെ മൗനം തന്നെ നിന്റെ ഏറ്റവും വലിയ തന്ത്രമാകും. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദനായിരിക്കണമെന്നറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നന്ദവംശത്തിലെ ആളുകൾ ചാണക്യനെ താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും തർക്കത്തിലേർപ്പെട്ടില്ല. അദ്ദേഹം ശാന്തനായി നിന്നു. പക്ഷേ ശരിയായ സമയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് തന്നെ മുഴുവൻ സഭയെ മാറ്റിമറിക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം. അദ്ദേഹത്തിന്റെ മൗനം തന്നെ ഒരു മുന്നറിയിപ്പായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൗനം ഒരു ദൗർബല്യമല്ല, അത് നിങ്ങളുടെ മാനസിക ശക്തിയുടെയും വിവേകത്തിന്റെയും തെളിവാണ്. ഇത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തും. നിങ്ങൾ ഓരോ കാര്യത്തിലും ഉടൻ പ്രതികരിക്കുന്നതൊഴിവാക്കി സംസാരിക്കുന്നതിനു മുമ്പ് അതാവശ്യമാണ് എന്നത് ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആളുകൾ സ്വയം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഓർക്കുക, മൗനവും ഒരു ഭാഷയാണ്.
ഈ ഭാഷ മനസ്സിലാക്കുന്നവരാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് ഇതിനെ അവഗണിക്കരുത്. ഇത് അഭ്യസിക്കുക, മനസ്സിലാക്കുക, ശരിയായ സമയത്ത് പ്രയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ മൗനം പോലും ലോകത്തിന് ശക്തമായൊരു സന്ദേശമായി മാറും. ശീലം നമ്പർ 7. ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് സ്വീകരിക്കുക. പലരും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പതിവാക്കാറുണ്ട്. ചിലപ്പോൾ സുഹൃത്തുക്കളോട്, ചിലപ്പോൾ ബന്ധുക്കളോട്, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ. എന്നാൽ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകുന്നുണ്ടോ? തുടക്കത്തിൽ ആളുകൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നും. ഒരു പ്രശ്നം ഒരിക്കൽ പങ്കുവയ്ക്കുന്നത് ബുദ്ധിയാണ്. എന്നാൽ അതേ കാര്യം ആവർത്തിച്ചു പറയുന്നത് ദൗർബല്യമായി മാറും. ആളുകൾക്ക് തോന്നും, ഇവൻ പരാതി പറയാൻ മാത്രമേ അറിയൂ, പരിഹാരത്തിലേക്കൊരിക്കലും നീങ്ങുന്നില്ല എന്ന്. അങ്ങനെ പതിയെ അവർ നിങ്ങളിൽ നിന്ന് അകന്നുപോകാൻ തുടങ്ങും. മറുവശത്ത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ നേരിടുകയാണെങ്കിൽ, ഇത് വന്നതാണ്, അതുപോലെ പോകും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആ ചിന്ത തന്നെ നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ആരുമില്ല. ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, ചിലർക്ക് കുടുംബ സപ്പോർട്ട് കുറവായിരിക്കും, ചിലരുടെ ബന്ധങ്ങൾ തകരാറിലായിരിക്കും, ചിലരുടെ തൊഴിൽ ജീവിതം സങ്കീർണമായിരിക്കും. പക്ഷേ വ്യത്യാസമുണ്ടാകുന്നത് ഇവയെ നേരിടുന്ന രീതിയിലാണ്. പ്രശ്നങ്ങളിൽ കുടുങ്ങി നിൽക്കാതെ അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ് മുന്നേറുന്നത്. അതാണ് പോസിറ്റീവ് ചിന്ത. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തയെ നെഗറ്റീവാക്കുകയാണെങ്കിൽ, എന്നെക്കൊണ്ടു മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, എന്റെ വിധി മോശമാണ് എന്നിങ്ങനെ കരുതുമ്പോൾ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. ആരും വന്ന് നിങ്ങളുടെ ജീവിതം മാറ്റുകയില്ല. മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഇനി ഇത് ചാണക്യനീതിയുടെ ഉദാഹരണത്തിലൂടെ നോക്കാം. ആചാര്യ ചാണക്യൻ നന്ദവംശത്തിൽ നിന്ന് അപമാനിക്കപ്പെട്ട് പുറത്തുവന്നപ്പോൾ അദ്ദേഹത്തിന് ശക്തിയോ സൈന്യമോ വിഭവങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു ശക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയും ദൃഢനിശ്ചയവും. അദ്ദേഹം ആ അപമാനത്തെ ഒരു തോൽവിയായി കണ്ടില്ല, മറിച്ച് അത് തന്റെ ബഹുമാനത്തിനേറ്റ വെല്ലുവിളിയായി കണ്ടു. ഇത് ഞാൻ മാറ്റും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ പരാതിയിലൂടെയല്ല, പ്രവർത്തനത്തിലൂടെയാണ്. അദ്ദേഹം ഒരിക്കലും തന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കരഞ്ഞില്ല. എനിക്കൊന്നുമില്ല, ഞാൻ എന്തു ചെയ്യും എന്നു പറഞ്ഞില്ല. അദ്ദേഹം ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് സ്വീകരിച്ചു. ആ ചിന്തയുടെ ശക്തിയാൽ അദ്ദേഹം ഒരു സാധാരണ ബാലനായിരുന്ന ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചുയർത്തി ഒരു മഹാസാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ടു. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ചിന്തയാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അനശ്വരനാക്കിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അസാധാരണമല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും. വ്യത്യാസം ഇതിലാണ്: ചിലർ ആ പ്രശ്നങ്ങളിൽ കുടുങ്ങി പരാതി പറയും, മറ്റു ചിലർ അതേ പ്രശ്നങ്ങളെ ചവിട്ടുപടിയായി ഉപയോഗിച്ച് ഉയരും. നിങ്ങൾ ഏതു തരത്തിലുള്ള വ്യക്തിയാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഓർക്കുക, പോസിറ്റീവ് ചിന്ത പുസ്തകങ്ങളിൽ നിന്ന് വരുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുയരുന്നതാണ്. നിങ്ങളുടെ ചിന്ത ശുദ്ധവും ശക്തവും സത്യസന്ധവുമാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയും. കാരണം അവസാനം ലോകം ശ്രദ്ധിക്കുന്നത് പരിഹാരങ്ങൾ കണ്ടെത്തുന്നവരെയാണ്, പരാതികളിൽ മാത്രം കുടുങ്ങുന്നവരെയല്ല.